ഞാനല്ലോ ഗൈസ്. അപ്പോൾ ഒരു ഒഴിവ് ദിന ചൂണ്ടിട്ടാൻ പോക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ വോയിസ് മാറ്റിയിട്ട് വോയിസ് ഓവർ ആക്കാനുള്ള കാരണം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും ഭീകരമായി ഇതിൻ്റെ ക്ലൈമാക്സ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത്. ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലം അറിയുന്ന ആളുകൾക്കറിയാം, കണ്ടാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അറിയുന്നവർക്ക് പെട്ടെന്ന് ഒറ്റനോടത്ത് തന്നെ ഇതെവിടെയാണെന്നുള്ളത് മനസ്സിലാവും. എന്താണ് ഈ സ്ഥലത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാത്തതെന്ന് അവസാനം പറയുന്നതാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ റോഡിൽ നിന്നുള്ള എൻട്രൻസ് നമ്മൾ എടുക്കുന്നില്ല. അത്രമാത്രം ഭംഗിയേറിയ ഒരു സ്ഥലമാണിത്. അതിൻ്റെ കാരണം ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് എത്തരുത് എന്നുള്ളതാണ്. അറിയുന്നവരൊക്കെ പോയിക്കോട്ടെ, പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് ആരും വരരുത് എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു സൗന്ദര്യം കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ എന്താ പറയുക, പ്രകൃതി ഭംഗി ആവോളം കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്, ഇങ്ങനത്തെ സുഖകരമായിട്ടുള്ള പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ലഹരിൻ്റെ ഉപയോക്താക്കൾ കൈയടക്കുന്നതുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തെ എന്താ പറയുക, പ്രദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നത്. വഴി എന്ന് പറയുന്നത് വഴിയായിട്ടൊന്നുമില്ല. ഇവിടെ പാമ്പും ചേനയും ചേമ്പും ഒക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്നവരൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ ഏറ്റവും മീനുള്ള സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനപ്പുറം ഈ പ്രകൃതി ഭംഗിയും കൂടി വളരെ ആസ്വാദ്യകരമാണ്. അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒരു മീനുള്ള സ്പോട്ട് പോലെയാണ്. ചൂണ്ട ഇടാൻ പോകുന്നവർക്കൊക്കെ അറിയാം. മീനൊക്കെ അങ്ങനെ മറിയുന്ന കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. നല്ല ഒരു മഴ പെയ്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മഴയത്ത് ചൂണ്ടയിടാനൊന്നും പറ്റിയില്ല. കോട്ടിനെ ആശ്രയിച്ച് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്ന് പിന്നെയും ചൂണ്ടലിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ മീനാണിത്. ആദ്യത്തെ മീൻ. അപ്പോൾ വിഷ്ണുവാണിത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ചൂണ്ടലിൻ്റെ തുടരുകയാണ്. എന്തെങ്കിലും വലിയ രീതിയിലുള്ള മീനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ചൂണ്ടലിലെ തുടരുകയാണ്. അതിനിടയ്ക്ക് മഴ ചിന്നി പെയ്യുന്നുണ്ട്. വിഷ്ണുവും കുട്ടാപ്പൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള ചൂണ്ടലാണ്. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ ഭാഗം ഞങ്ങൾ ഈ ഒരു ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രമകരമായിട്ടുള്ള ചൂണ്ടലിൽ തുടരുകയാണ്. എന്തെങ്കിലും ഒരു കൊമ്പനെ പിടിച്ചിട്ടേ അടങ്ങുന്നുള്ള രീതിയിലാണ് കുട്ടാപ്പു. ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ വളരെ സൈലൻ്റായിട്ട് ജാഗ്രതയോടുകൂടി ചൂണ്ടലാണ്. അങ്ങനെ ഏറെ നേരത്തെ ചൂണ്ടലിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ മീൻ ഇതാണുള്ളത്. ഇതിൽ കമ്മുഴു കല്ലുമുട്ടി എന്നൊക്കെ പറയുന്ന ഒരു മീൻ ചൂണ്ടലിൽ ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ കൗതുകമായി. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ ഉപകാരം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നുള്ള ഉറപ്പാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാവണം. പിന്നെ ഈ ഫിഷിംഗ് ബ്ലോഗൊക്കെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആളുകളെ സമ്മതിക്കുന്നുണ്ട്. വലിയ മീനൊക്കെ പിടിച്ച് എല്ലാ പ്രാവശ്യം മീൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടാക്കി ഇതുപോലത്തെ വീഡിയോകളൊക്കെ എടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അടിപൊളി.